നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 3 മതങ്ങളാണ് ഹിന്ദുയിസം, ഇസ്ലാമിസം, ക്രിസ്ത്യാനിറ്റി. ഈ 3 മതങ്ങളുടെയും ഉറവിടം, അതിൻ്റെ വേര് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം ഏതൊക്കെ രീതിയിലാണ് ഹിന്ദുയിസം, ഇസ്ലാമിസം, ക്രിസ്ത്യാനിറ്റി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിലായി ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷനിൽ വെച്ച് തന്നെ ഏറ്റവും പഴക്കമുള്ള സിവിലൈസേഷൻ ഏതാണ്? അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. നമ്മൾ സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയും. കാരണം ആ പ്രദേശം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് സുമർ എന്ന പേരിലാണ്. അവിടെയുള്ള ആളുകൾ സുമേറിയൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അവരുടെ സിവിലൈസേഷൻ സുമേറിയൻ സിവിലൈസേഷൻ. ഇന്നത്തെ സൗത്ത് ഇറാഖും അതിനോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലുമായിരുന്നു ഈ സുമർ മേഖല. ചരിത്രകാരന്മാർ പറയുന്നത് സുമർ സിവിലൈസേഷൻ്റെ തുടക്കം 4500 BC എന്നാണ്. അതായത് ഏകദേശം 6500 വർഷം മുമ്പാണ് സുമർ സിവിലൈസേഷൻ തുടങ്ങുന്നത്. മെസപ്പൊട്ടോമിയയിൽ അന്ന് 2 നദികളുണ്ട്, യൂഫ്രട്ടീസും ടിഗ്രീസും. ആ 2 നദിയുടെയും ഇടയിലായിരുന്നു ഈ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ 2 നദികളുടെ ഇടയിൽ എന്നാണ്. സുമേറിയൻ മിത്തോളജിയിൽ എങ്ങനെയാണ് മനുഷ്യരുണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടും. സുമേറിയൻ മിത്തോളജിയിൽ ഒരു പോയമുണ്ട്, ഒരു എപ്പിക് പോയം. എൻകി ആൻഡ് നൻഹ എന്നാണ് ആ ഒരു പോയത്തിൻ്റെ പേര്. ആ പോയത്തിലാണ് മനുഷ്യൻ്റെ തുടക്കത്തെക്കുറിച്ച് വിവരിക്കുന്നത്. എൻകി എന്ന് പറയുന്നതും നിൻഹ എന്ന് പറയുന്നതും 2 ദൈവങ്ങളാണ്. 2 പേരും പാർട്ട്നേഴ്സാണ്. എൻകി ആൺദൈവമാണ്, നിൻഹ പെൺദൈവമാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് 2100 BCക്കും 2000 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അതായത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്. അന്നിത് എഴുതിയെന്നേ ഉള്ളൂ, അതിനു മുൻപ് തന്നെ ഇത് നിലവിലുണ്ട്. ആളുകൾ ഓറലിയാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. പാണം പാട്ട് പോലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2100 BCക്കും 2000 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇവരത് എഴുതിയെന്ന് മാത്രം. വാമൊഴിയായി പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതിനൊരു തുടക്കം വേണ്ടേ? ഗവേഷകർ നിലവിലൊരു ഉത്തരം പറയുന്നുണ്ട്. 3000 BC, അതായത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ്. ആ കാലഘട്ടത്തിൽ ഇന്നിവിടെയുള്ള ഒരു മതങ്ങളും ഒരു ദൈവവിശ്വാസങ്ങളും ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ നിലവിൽ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു ദൈവവിശ്വാസവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഓരോ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. ആദ്യമായി എഴുതിയിരിക്കുന്ന വേദം അത് ഋഗ്വേദമാണ്. ഋഗ്വേദം എഴുതിയത് 1500 BCക്കും 1000 BCക്കും ഇടയിലാണ്. അതായത് ഏകദേശം അല്ലെങ്കിൽ പരമാവധി ഒരു 3500 വർഷത്തെ പഴക്കമേ ഋഗ്വേദത്തിനുള്ളൂ. എന്നാൽ ഋഗ്വേദവും വാമൊഴിയായിട്ട് തന്നെ പ്രചരിച്ചതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വാമൊഴിയായിട്ടാണ് പ്രചരിച്ചത്. പിന്നീടാണ് അത് താളിയോലകളിലൊക്കെ എഴുതപ്പെടുന്നത്. ഋഗ്വേദത്തിൻ്റെ വാമൊഴി ഏത് കാലഘട്ടത്തിലായിരിക്കും തുടങ്ങിയത്? അതിനും ഗവേഷകർക്കൊരു ഉത്തരമുണ്ട്. അത് ഏതാണ്ട് ഒരു 1700 BCക്കും 1500 BCക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അതിൻ്റെ തെളിവുകളൊക്കെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ചുരുക്കത്തിൽ ഈ പറയപ്പെടുന്ന കവിത ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ മതങ്ങളുടെ ഒരു രീതിയിലുള്ള പുസ്തകങ്ങളോ വാമൊഴികളോ ഒന്നും പ്രചരിച്ചിരുന്നില്ല. ഇൻകി ആൻഡ് നിൻമ പോയമനുസരിച്ച് വളരെ പണ്ട്, കൃത്യമായിട്ടുള്ള വർഷമൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനൊരു വർഷമില്ല. ഇത് ശരിക്കും നടന്നൊരു സംഭവമോ ചരിത്രമോ ഒന്നുമല്ല. ഇത് മിത്ത് മാത്രമാണ്. മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി കാരണം ഉണ്ടായിട്ടുള്ള ഒരു കഥ മാത്രമാണ്. ഇതിനെ ആ രീതിയിൽ എടുത്താൽ മതി. അതുകൊണ്ട് വർഷമൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് വർഷം പണ്ട് ഉള്ള ഒരു പഴകിയ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ മനുഷ്യരാരുമില്ല. എന്നാൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളിൽ തന്നെ സീനിയോറിറ്റിയൊക്കെ ഉണ്ട്. വളരെ സീനിയറായിട്ടുള്ള ദൈവങ്ങളുണ്ട്, ജൂനിയറായിട്ടുള്ള ദൈവങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സീനിയറായിട്ടുള്ള ദൈവങ്ങൾക്ക് കനാലുകൾ പണിയണം. അങ്ങനെ കനാൽ പണിയാനായിട്ടുള്ള ഉത്തരവ് അവർ ജൂനിയർ ദൈവങ്ങൾക്ക് കൊടുത്തു. ജൂനിയേഴ്സ് ആയിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ജൂനിയേഴ്സ് പണിയെടുക്കാൻ തുടങ്ങി. പണിയെടുത്ത് ഇവരുടെയൊക്കെ നട്ടിൽ വെള്ളമായി. ഒടുവിൽ അവർ സമരം നടത്തി. ഞങ്ങൾക്ക് ഈ പണിയൊന്നും പറ്റത്തില്ല, ഇത് വളരെ പ്രയാസമാണ്, ഞങ്ങളെ ഈ പണിയിൽ നിന്ന് മോചിപ്പിക്കണം. ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ സീനിയർ ദൈവങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു. അറിവിൻ്റെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് വിസ്ഡം ഇൻകിയാണ്. ഇൻകി ഇതിൽ ഇടപെട്ടു. ബുദ്ധിപരമായിട്ട് ഒരു ഐഡിയ ഇൻകി മെനഞ്ഞെടുത്തു. ഇവർക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ.
അങ്ങനെയാണെങ്കിൽ കുറച്ച് അടിമകളെ ഉണ്ടാക്കിയാലോ? അടിമകളെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ആ അടിമകളാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ഇങ്കിക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം അറിവിൻ്റെ മാത്രം ദൈവമാണല്ലോ. ഉണ്ടാക്കാനുള്ള ഒരു ജീവൻ ഉണ്ടാക്കുക, ജീവൻ നിലനിർത്തുക, ഇതൊക്കെ നിന്മയുടെ കഴിവാണ്. നിന്മ പൊതുവെ അറിയപ്പെടുന്നത് നിൻഹുർസാങ് എന്ന പേരിലാണ്. നിൻഹുർസാങ് അല്ലെങ്കിൽ നിന്മ ഒരു അടിമയെ അല്ലെങ്കിൽ ഒരു പഴകിയ പ്രാചീന കാലഘട്ടത്തിലെ ഒരു മനുഷ്യനെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് വേണമല്ലോ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചായപ്പൊടി, പാലൊക്കെ വേണം. അതുപോലെ ഒരു മനുഷ്യനെ ഉണ്ടാക്കണമെങ്കിലും ഉറപ്പായിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ശുദ്ധജലത്തിൻ്റെ അടിയിലുള്ള ചെളിയാണെന്ന് നിൻഹ മനസ്സിലാക്കിയെടുത്തു. ആ ചെളിക്കാണ് അൻസു എന്ന് പറയുന്നത്. അപ്പോൾ അൻസു എന്ന ചെളി എടുത്തു. ചെളി മാത്രം കുഴച്ചുകൊണ്ടൊരു കാര്യമില്ലല്ലോ, അതിന് ജീവൻ കൊടുക്കണം. അതിന് ജീവൻ കൊടുക്കാനായിട്ട് രക്തമാണ് വേണ്ടത്. രക്തം എവിടുന്ന് കിട്ടും? ആ കാലഘട്ടത്തിൽ അടിമകളായിട്ട് മനുഷ്യരാരുമില്ല, മനുഷ്യനെ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അല്പം മൈനറായിട്ടുള്ള ചില ദൈവങ്ങളെ കുരുതി കൊടുത്തിട്ട് വേണം ആ രക്തമുണ്ടാക്കാൻ. അങ്ങനെ ജസു എന്ന ഒരു മൈനർ ദൈവത്തെ കുരുതി കൊടുത്ത് ആ ദൈവത്തിൻ്റെ രക്തം ഈ ഒരു ചെളിയുമായിട്ട് കുഴച്ചിട്ടാണ് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കുന്നത്. നമുക്ക് ദിൽമുൻ എന്ന് പറയുന്ന ദിൽമുൻ എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് പോകാം. അതിമനോഹരമായിട്ടുള്ള സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു തോട്ടമാണ്. ആ തോട്ടത്തിലാണ് നമ്മുടെ എൻകിയും നിൻഹയും താമസിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള തോട്ടമാണ്. അവിടെ വേദനയില്ല, വിഷമമില്ല, മരണമില്ല, അങ്ങനെ സുഖകരമായിട്ട് ജീവിക്കാം. നിൻഹ വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടാക്കി. മരങ്ങൾ വിത്ത് നട്ടല്ല ഉണ്ടാക്കിയത്, അവരുടെ ജീവൻ്റെ അംശം ഉപയോഗിച്ചിട്ടാണ് 8 മരങ്ങൾ നട്ടത്. ആ മരങ്ങളൊക്കെ നട്ടതിന് ശേഷം എൻകിയോട് പറഞ്ഞു, ഈ മരത്തിലൊന്നും തൊട്ടുപോയേക്കരുത്, ഇതിനൊന്നും കഴിക്കരുത്, ഇത് വാണിംഗ് ആണ്, എനിക്ക് വേറെ കുറേ സൃഷ്ടികളൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പോയി അവിടെയൊക്കെ ഓരോന്നും സൃഷ്ടിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എൻകിക്ക് അത് ചെയ്തേ മതിയാകും. ഉറക്കമില്ലാത്ത അവസ്ഥയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ഇതെനിക്ക് തിന്നണം, അത് തിന്നു കഴിഞ്ഞാൽ എനിക്കെന്തൊക്കെയോ മാറ്റമുണ്ടാകും. എൻകിയേക്കാൾ കുറച്ച് ശക്തയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിൻഹ. നിൻഹയ്ക്ക് ജീവൻ ഉണ്ടാക്കാൻ സാധിക്കും, ജീവൻ നിലനിർത്താൻ സാധിക്കും. ആ ശക്തി ഒരുപക്ഷെ എനിക്ക് കിട്ടിയാലോ? നിന്മയുടെ ജീവൻ ഉപയോഗിച്ചിട്ടാണല്ലോ ഇതുണ്ടാക്കിയത്. ഇത് കഴിച്ചാൽ ഒരുപക്ഷെ ഞാൻ നിന്മയേക്കാൾ കേമനാകും. പക്ഷേ ഇത് നേരിട്ടെടുത്ത് ഞാൻ ഭക്ഷിക്കുന്നത് ശരിയല്ല. അതിന് എൻ്റെ മെസ്സഞ്ചറിനെ കൊണ്ടുവരണം. അതെ, എൻകിക്ക് ഒരു മൈനർ ഗോളുണ്ട്. അദ്ദേഹത്തെ സേവിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശവാഹകനുണ്ട്. ഇസിമുഡ് എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. അപ്പോൾ ഇസിമുഡിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇസിമുഡിനോട് പറഞ്ഞു, എനിക്കിത് കഴിക്കണമെന്നുണ്ട്, നിനക്കിത് എനിക്ക് തരാൻ പറ്റുമോ? ഇസിമുഡ് സന്തോഷത്തോടെ പറഞ്ഞു, അതിനെന്താ, ഞാനിത് നിങ്ങൾക്ക് തരാം. അങ്ങനെ ആ 8 ചെടിയും മുറിച്ചെടുത്ത് പല കഷ്ണങ്ങളാക്കിയിട്ട് എൻകിക്ക് കൊടുത്തു. എൻകി സന്തോഷത്തോടു കൂടി അത് കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായിക നിൻഹ തിരികെ ദിൽമുൻ തോട്ടത്തിലേക്ക് മടങ്ങി വന്നു. നോക്കുമ്പോൾ അവർ നട്ട 8 ചെടിയും കാണുന്നില്ല. 8 എണ്ണവും എൻകി അകത്താക്കിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നിൻഹ ദേഷ്യത്തോടു കൂടി ഒരു ശാപം അങ്ങ് കൊടുത്തു. ജീവൻ്റെ 8 ചെടിയും വയറ്റിലാക്കിയ നിനക്ക് രോഗം വരട്ടെ. അന്ന് വരെ ദിൽമൻ തോട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രീതിയിലുള്ള രോഗവും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു രോഗമോ ശാപമോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് ശാപം കൊടുക്കുന്നത്. 8 രോഗമാണ് വരുന്നത്. ആ 8 ചെടികൾ ജീവൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ആ ഓരോ അവയവങ്ങൾക്കുമാണ് രോഗം വരുന്നത്. ഈ ശാപമൊക്കെ കൊടുത്തതിന് ശേഷം നിൻഹ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി. ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി പ്രചരിച്ചു നിൽക്കുന്ന 2 മതങ്ങളെ എടുക്കാം, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിസവും. ഹിന്ദുയിസം ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം അതിനെ ഇതിലൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മതമാണ്. പക്ഷേ അതിന് സുമേറിയൻ സിവിലൈസേഷനിലെ ഒരുപാട് മിത്തോളജികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയും അതുപോലെ ഇസ്ലാമിസവും ഒന്ന് പരിശോധിക്കാം. ഇത് രണ്ടിലും ഈ പറയപ്പെടുന്ന തോട്ടങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഏദൻ തോട്ടമാണെങ്കിൽ ഇസ്ലാമിസത്തിൽ വരുന്നത് ജന്നത്താണ്. ഇതുപോലെ തന്നെയാണല്ലോ ദിൽമുന്നിലുമുള്ളത്. സുഖകരമായിട്ടുള്ള സന്തോഷം മാത്രമുള്ള രോഗങ്ങളില്ലാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു തോട്ടം. വിലക്കപ്പെട്ട ഖനി ഈ 3 കഥകളിലുമുണ്ട്. ഏദൻ തോട്ടത്തിലും ജന്നത്തിലുമുള്ളത് പഴമാണെങ്കിൽ
ദിൽമുണിലുള്ളത് പഴമല്ല, അത് ചെടി തന്നെയാണ്. ഒരു ചെടിയല്ല, 8 ചെടികളാണ്. ആ ചെടികൾ അല്ലെങ്കിൽ ആ പഴങ്ങൾ ഭക്ഷിക്കരുതെന്നുള്ള വിലക്കുണ്ടായിരുന്നു. ആ വിലക്കിനെ മറികടന്ന് ഭക്ഷിച്ചവർക്ക് ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ആ പഴം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ചെടികളെ കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ച ആളുകൾ അല്ലെങ്കിൽ സഹായിച്ച ആളുകളുണ്ട്. ദിൽമുൺ തോട്ടത്തിൽ സഹായിക്കാൻ ഇസിമുഡ് എന്ന ഒരു മൈനർ ദൈവമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു പാമ്പാണ് അതിന് പ്രേരിപ്പിച്ചത്. അതേസമയം ജന്നത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇബിലീസ് ആയിരുന്നു. ഇൻകിക്ക് പിന്നീട് നിന്മ തന്നെ ശാപമോക്ഷം കൊടുത്തു. ശാപമോക്ഷം കൊടുക്കാനായിട്ട് 8 ഡിഫറൻ്റായിട്ടുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി. ആ 8 ഡിഫറൻ്റായിട്ടുള്ള ദൈവങ്ങളും ഓരോരോ അസുഖങ്ങൾ മാറ്റുന്നവരായിരുന്നു. അതിലെ ഒരു ദേവതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ദേവതയുടെ പേര് നിൻറ്റി എന്നാണ്. ആ ദേവത നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഇൻകിയുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ടത്. ആ നിൻറ്റി എന്ന ദേവതയെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇൻകിയുടെ നട്ടലിൻ്റെ അസുഖമെല്ലാം മാറി. ഇതുപോലെ തന്നെ ഒരു കഥാപാത്രം നമ്മുടെ ഖുറാനിലുമുണ്ട്, ബൈബിളിലുമുണ്ട്. ഹൗവ ഉണ്ടാക്കിയത് ആദത്തിൻ്റെ നട്ടലിൽ നിന്നാണ്. ഹൗവ എല്ലാ ജീവൻ്റെയും അമ്മയാണ്. അതേസമയം നിൻറ്റി അറിയപ്പെടുന്നത് എല്ലാ ജീവൻ്റെയും ലേഡി അല്ലെങ്കിൽ സ്ത്രീ എന്ന പേരിലാണ്. ചെളിയും രക്തവും ഉപയോഗിച്ചിട്ട് സുമേറിയൻ ദേവത ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞല്ലോ. ഇതേ കാര്യം തന്നെ ബൈബിളിലെ ജെനസിസ് 5:7 പറയുന്നുണ്ട്. അവിടെ ചെളിയും രക്തവുമല്ല, അവിടെ പൊടി ഉപയോഗിച്ചിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതേസമയം ഖുറാനിൽ സൂറ അൽ ഹിജ്ർ 15:26 ചെളി ഉപയോഗിച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. ചെളി മാത്രമല്ല, അവിടെ ശ്വാസം കൂടെ കൊടുക്കുന്നുണ്ട്. രക്തം മാറ്റിയിട്ട് ശ്വാസമാക്കി. ബൈബിളിൽ കന്യകയായിട്ടുള്ള മറിയമുണ്ട്. കന്യകയായിട്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവൾ. എന്നാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന പല മിത്തോളജിയിലും ഇതേ കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് റോമൻ മിത്തോളജി എടുക്കാം. റോമ നഗരം തന്നെ സ്ഥാപിച്ച 2 പേരുണ്ടായിരുന്നു, റോമുലസും റെമൂസും. ഇവർ 2 പേരും റിയ സിൽവിയ എന്ന ഒരു കന്യകയിൽ നിന്നാണ് ജന്മമെടുത്തത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു കഥ ഹിന്ദുയിസത്തിലുമുണ്ട്. അവിടെ നായിക കുന്തിയാണ്. കുന്തിക്ക് സൂര്യദേവനിൽ, അതായത് അങ്ങ് ദൂരെയുള്ള സൂര്യനിൽ നിന്ന് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് കർണൻ. ഹിന്ദുയിസത്തിലും ഇസ്ലാമിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഒരുപോലെ വരുന്ന ഒരു കഥയുണ്ട്. ആ കഥ എടുത്തിരിക്കുന്നതും സുമേറിയൻ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ കവിതയിൽ നിന്നല്ല, എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ നിന്നാണ്. എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ ഒരു വലിയ പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിൻഹ ഉണ്ടാക്കിയ മനുഷ്യർ എണ്ണത്തിൽ ഒരുപാട് മനുഷ്യരായപ്പോൾ അവർ കാരണം ഒരുപാട് ബഹളവും ഉണ്ടായി. അവരുടെ ഈ ബഹളവും ഒച്ചയും ഒന്നും ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെയൊക്കെ അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എല്ലാ മനുഷ്യരെയും നശിപ്പിക്കേണ്ട, അവർക്ക് ഒരു ഹീറോയെ വേണമായിരുന്നു. അങ്ങനെയാണ് എൻഗി ദേവൻ ഹീറോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, ഇൻഡയറക്റ്റ്ലി ചില സന്ദേശങ്ങളൊക്കെ കൊടുത്തു. ഒരു വലിയ പ്രളയം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഒരു വലിയ ബോട്ട് ഉണ്ടാക്കണം. ആ ബോട്ടിന് ഒരു ക്യൂബിൻ്റെ രൂപമായിരിക്കണം. ആ ക്യൂബിൻ്റെ ഉള്ളിൽ നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരിക്കണം. നിൻ്റെ ഫീൽഡിലുള്ള എല്ലാ മൃഗങ്ങളും അതിലുണ്ടായിരിക്കണം. പിന്നെ നിനക്ക് പിന്നീട് ഭാവിയിൽ കരകൗശല വിദ്യയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കരകൗശലമൊക്കെ അറിയാവുന്ന ആർട്ടിസാൻസിനെ കൂടി നീ ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിലാക്കണം. പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു. അതൊരു വലിയ പ്രളയമായിട്ട് മാറി. ഭൂമി മുഴുവനും ആ വെള്ളം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഹീറോയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ ബോട്ടിലുണ്ടായിരുന്ന ആളുകളുമൊക്കെ രക്ഷപ്പെട്ടു. ഇതേ കഥ തന്നെ ബൈബിളിലുമുണ്ട്. അതിൽ നോവ എന്ന കഥാപാത്രത്തിൻ്റെ മുൻപിലാണ് ദൈവം നേരിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. നോവയ്ക്കും ഇതേ കാര്യങ്ങൾ തന്നെ, ഇതേ വാണിംഗ് തന്നെ കൊടുക്കുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ കലഹങ്ങളാണ്. ഈ കലഹങ്ങളൊക്കെ കണ്ടുമടുത്തിട്ടാണ് ദൈവം ഇങ്ങനൊരു ഓപ്ഷൻ എടുക്കുന്നത്. നോയോട് പറഞ്ഞു, വലിയ മഴ വരാൻ പോകുന്നു, പ്രളയമാണ്, നീ ഒരു വലിയ ബോട്ടുണ്ടാക്കണം. ആ ബോട്ടിൽ നിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കയറ്റണം. പിന്നെ ഓരോ പേർ മൃഗങ്ങളെയും, അതായത് ആണ് പെണ്ണ് എന്ന രീതിയിൽ എല്ലാ മൃഗങ്ങളെയും ആ ബോട്ടിനകത്ത് കയറ്റണം. ഇതേ കഥ തന്നെ ഖുറാനിലും അതേപടിയുണ്ട്. ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു, വാണിംഗ് കൊടുക്കുന്നു, ബോട്ടുണ്ടാക്കണം. ആ ബോട്ടിലൂടെ ഇവിടെയുള്ള മൃഗങ്ങളെയും ഒക്കെ രക്ഷപ്പെടുത്തണം, നിൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. ഈ 3 പുസ്തകങ്ങൾ മാത്രമല്ല, ഹിന്ദുയിസത്തിലും ഇതേ കഥ തന്നെ ഉണ്ട്. അവിടെ ആദ്യ മനുഷ്യനായ മനുവിൻ്റെ മുൻപിലാണ് വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് വാണിംഗ് കൊടുക്കുന്നത്. വിഷ്ണു നേരിട്ട് പ്രത്യക്ഷപ്പെടുകയല്ല, ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മത്സ്യ അവതാരമായിട്ട് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് വാണിംഗ് കൊടുത്തു. ഇവിടെ വലിയ മഴ വരാൻ പോവുകയാണ്, അത് വലിയ പ്രളയമായിട്ട് മാറും, നീ നശിക്കാൻ പാടില്ല, ഒരു വലിയ ബോട്ടുണ്ടാക്കണം, ആ ബോട്ടിൽ നീ കയറണം, നീ മാത്രം കയറിയാൽ പോരാ,
ജീവൻ്റെ വിത്തുകൾ കൂടി തീ കൊണ്ടുപോകണം. അതാകുമ്പോൾ പ്രളയമെല്ലാം മാറിക്കഴിയുമ്പോൾ ഈ വിത്ത് ഉപയോഗിച്ചിട്ട് എല്ലാ ജീവനും വീണ്ടും മുളപ്പിച്ചെടുക്കാമല്ലോ. അങ്ങനെ എല്ലാ കഥകളിലും ശക്തമായ മഴ പെയ്തു, വലിയ പ്രളയം സംഭവിച്ചു. പ്രളയത്തിൻ്റെ ഒരു ശക്തി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ എവിടെയെങ്കിലും കരയുണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ കരയുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു പ്രാവിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ 3 കഥകളിലും പ്രാവിനെ ഉപയോഗിക്കുന്നുണ്ട്. ഗിൽഗമേഷിൽ ഉപയോഗിക്കുന്നുണ്ട്, ഖുറാനിൽ ഉപയോഗിക്കുന്നുണ്ട്, ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രാവ് പോയിട്ട് എവിടെയെങ്കിലും കരയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് തിരിച്ചു വരും. ഹിന്ദുയിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിസത്തിലും ഗിൽഗമേഷിലും ഒക്കെ ബോട്ട് വന്ന് ഇറങ്ങുന്നത് ഒരു മലയുടെ മുകളിലാണ്. ഖുറാനിലും ബൈബിളിലും അത് മൗണ്ട് അറാറാത്താണ്. അതേസമയം ഗിൽഗമേഷിൽ അത് നിമിഷാണ്. ഹിന്ദുയിസത്തിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഒടുവിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബൈബിളും ഖുറാനും ഒന്ന് മാറ്റിവെക്കാം. രാമായണം എടുക്കാം, എപ്പിക് ഓഫ് ഗിൽഗമേഷും എടുക്കാം. രാമായണത്തിലെ വളരെ രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. അത് പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. വൈശാലി. ഋഷ്യശൃംഗൻ കാട്ടിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയെപ്പോലും കണ്ടിട്ടില്ല. അൺസിവിലൈസ്ഡ് ആയിട്ടാണ് ആ കാട്ടിൽ കഴിയുന്നത്. എന്നാൽ അങ്ങ് മാറി മറ്റൊരു രാജ്യത്ത് മഴ പെയ്യുന്നേയില്ല. പക്ഷേ ഋഷ്യശൃംഗൻ അവിടെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യും. അങ്ങനെ ഋഷ്യശൃംഗനെ ആകർഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വൈശാലിയെ അങ്ങോട്ട് അയക്കുന്നത്. വൈശാലിയെ കണ്ട് ആകർഷ്ടനായിട്ടുള്ള ഋഷ്യശൃംഗൻ രാജ്യത്തേക്ക് വരുന്നു. രാജ്യത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു. ഇതുതന്നെ ഗിൽഗമേഷിലുമുണ്ട്. എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാട്ടുവാസി മനുഷ്യനുണ്ട്. അയാൾ കാട്ടിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. സ്ത്രീകളെ ആരും കണ്ടിട്ടില്ല. അയാളാണ് എൻകിഡു. എൻകിഡുവിനെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഉപയോഗിച്ചു, ഷംഹാറ്റ്. എൻകിഡുവിനെ വന്ന് കണ്ടു. ഷംഹാറ്റിനെ കണ്ടപ്പോൾ എൻകിഡു ശരിക്കും മയങ്ങി വീണു. അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരുന്നു. അവിടെ പിന്നീടുള്ള കാലം സുഖകരമായിട്ട് ജീവിക്കുന്നു. അവിടുത്തെ രാജാവുമായി അടുത്ത സൗഹൃദം പങ്കിടുന്നു. ഹിന്ദു മിത്തോളജി അനുസരിച്ച് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. വസുകി എന്ന ഒരു പാമ്പിനെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. വസുകിയുടെ ഒരു ഭാഗത്ത് അസുരന്മാർ പിടിക്കും, മറുഭാഗത്ത് ദേവന്മാർ പിടിക്കും. അങ്ങനെ 2 കൂട്ടരും ചേർന്നിട്ട് പാലാഴി കടഞ്ഞ് അവർ അമൃതുണ്ടാക്കിയെടുത്തു. ആ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കില്ല, എപ്പോഴും യൗവനമായിരിക്കും. അത് ആദ്യം കൈക്കലാക്കുന്നത് അസുരന്മാരാണ്. എന്നാൽ അസുരന്മാർക്ക് അത് കുടിക്കാൻ കഴിഞ്ഞില്ല. അവരെ പറ്റിച്ചു. വിഷ്ണു മോഹിനി വേഷം പൂണ്ട് അവരെ പറ്റിച്ച് ആ അമൃത് മുഴുവനും ദേവന്മാർക്ക് കൊടുത്തു. അസുരന്മാർക്കത് ഒരു തുള്ളി പോലും രുചിക്കാൻ പറ്റിയില്ല. ഇതേ സംഭവം തന്നെ എപ്പിക് ഓഫ് ഗിൽഗമേഷിലുണ്ട്, മറ്റൊരു രൂപത്തിൽ. അവിടെ ഇത്രയധികം ആളുകളൊന്നുമില്ല. അവിടെ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ഗിൽഗമേഷാണ്. ഗിൽഗമേഷിന് മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വലിയ ഭയമാണ്. ഒരിക്കലും മരിക്കാതിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷമായേനെ. എന്ന് യൗവനമായിരുന്നെങ്കിൽ അത് വളരെ സുഖകരമായിട്ടുള്ളൊരു ജീവിതമായേനെ. ഒരിക്കൽ ഒരു സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മാജിക്കൽ പ്ലാന്റിനെ കണ്ടു. ആ പ്ലാന്റിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മരണമുണ്ടാകില്ല. അമൃത് പോലെ തന്നെയാണ്, എന്നും യൗവനമായിരിക്കും. ഗിൽഗമേഷ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആ മാജിക്കൽ പ്ലാന്റിനെ കവർന്നെടുത്തു. ശേഷം അതുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അതിമനോഹരമായിട്ടുള്ള ഒരു കുളം കണ്ടത്. എന്നാൽ പിന്നെ ആ കുളത്തിലിറങ്ങി ഒന്ന് കുളിക്കാമെന്ന് ഗിൽഗമേഷ് തീരുമാനിച്ചു. മാജിക്കൽ പ്ലാന്റിനെ ആ കുളത്തിൻ്റെ കരയിൽ വെച്ചിട്ട് അദ്ദേഹം കുളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അദ്ദേഹം കുളിക്കുന്ന സമയത്ത് ഒരു പാമ്പ് ഈ മാജിക്കൽ പ്ലാന്റിൻ്റെ അടുത്തേക്ക് വന്നു. ഗിൽഗമേഷ് വരുമ്പോൾ കാണുന്നത് ആ പാമ്പ് ഈ മാജിക്കൽ പ്ലാന്റിനെ തിന്നുന്നതാണ്. പാമ്പ് ആ പ്ലാന്റിനെ തിന്ന ആ സമയം തന്നെ അത്ഭുതം സംഭവിച്ചു. അതിൻ്റെ പടം പൊഴിഞ്ഞു. അത് കുറച്ചുകൂടെ യൗവനമുള്ള ഒരു പാമ്പായിട്ട് മാറി. ഗിൽഗമേഷിൻ്റെ കയ്യിലാണ് ആ അമൃത് ആദ്യം കിട്ടിയത്. പക്ഷേ ഗിൽഗമേഷിന് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അത് ഉപയോഗിച്ചത് ഒരു പാമ്പാണ്. 2 കഥയിലും പാമ്പ് ഒരു പ്രധാന വേഷമായിട്ട് വരുന്നത് കൂടി നിങ്ങൾ ഓർക്കണം. അർജുനൻ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവങ്ങൾ സമ്മാനിച്ച അസ്ത്രവുമായി വനത്തിൽ പോയി അവിടെ ഉണ്ടായിരുന്ന രക്ഷസിനെ വധിച്ച കാര്യം നമുക്കറിയാം. ഗിൽഗമേഷിലും ഇതുപോലൊരു സംഭവമുണ്ട്. എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ ഗിൽഗമേഷ് വനത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. അതും ദൈവങ്ങൾ കൊടുത്തിട്ടുള്ള ആയുധമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സൂര്യദേവനായ ഷമാഷ് കൊടുത്ത ആയുധവുമായിട്ടാണ് വനത്തിലേക്ക് പോകുന്നത്. അവിടെ ഹുംബാവ എന്ന പേരിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറുണ്ട്. നമ്മുടെ രക്ഷസ് പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെയും ഗിൽഗമേഷ് ഇതേ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഭഗവത്ഗീതയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശയമുണ്ട്.
ഭഗവത്ഗീതയുടെ അന്തസത്ത തന്നെ ആ ആശയമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരം അത് നശിച്ചു പോകും, നമ്മൾ മരണപ്പെടും, അത് അഴുകിപ്പോകും. പക്ഷേ നമ്മുടെ ശരീരം അഴുകിപ്പോയാലും നമ്മുടെ ഉള്ളിലുള്ള ജീവൻ അല്ലെങ്കിൽ സ്പിരിറ്റ്, ആത്മാവ്, അത് എന്നേക്കുമായിട്ട് ഇവിടെ നിലനിൽക്കും. എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ സമാനമായിട്ടുള്ള ഒരു ആശയമുണ്ട്. അതിലെ ഉപ്നാപിഷ്ടിം ഇതേ കാര്യം തന്നെ മനസ്സിലാക്കുന്നു. നമ്മളുടെ ശരീരം അത് നശിച്ചു പോകും, നമ്മൾ മരണപ്പെടും, അഴുകിപ്പോകും. പക്ഷേ നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് അത് എന്നേക്കുമായിട്ട് ഇവിടെ നിലനിൽക്കും. ദൈവമെന്ന ഒരു ആശയം അത് ഏതാണ്ട് മനുഷ്യരുടെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളൊക്കെ പഴയ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യർ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് ആ ആശയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാൽ മുമ്പുണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരുന്നു പല ആശയങ്ങളും പിന്നീട് ഉണ്ടായി വന്നത്. എപ്പിക് ഓഫ് ഗിൽഗമേഷിന് മുമ്പും ഉറപ്പായിട്ടും ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ടായിരുന്നു. ആ ദൈവസങ്കല്പങ്ങളിലൂടെയൊക്കെ തന്നെയാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഒക്കെ ഉണ്ടായത്. പിന്നീട് അതിന് ശേഷം വന്നിട്ടുള്ള വേദങ്ങളാണെങ്കിലും ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും ടോറയാണെങ്കിലും അതെല്ലാം ഈ ആശയങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ പരസ്പരം വേട്ടയാടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുമ്പോഴും ഒക്കെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഇതിൻ്റെ എല്ലാം തുടക്കം, ഇതിൻ്റെ എല്ലാം വേരുകളെന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ തലയിലുണ്ടായ ഒരു ആശയമാണ്, അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിയുടെ പുറത്ത് നമ്മൾ പരസ്പരം വേർതിരിച്ച് കാണുന്നതും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കുന്നതും ചീത്ത വിളിക്കുന്നതുമൊക്കെ ശരിക്കും അർത്ഥശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി തന്നെ ജീവിക്കേണ്ടവരാണ്. അല്ലാതെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും പരസ്പരം വേട്ടയാടി ഈ ഭൂമി ഒരു നരകമാക്കേണ്ട ആളുകളല്ല. ഈ ഭൂമി തന്നെയാണ് നമ്മുടെ സ്വർഗം. അതിനെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മൾ മനുഷ്യർ മാത്രമാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.